ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത്യാവശ്യം റീച്ച് കിട്ടാനുള്ള ഒരു നല്ല കണ്ടന്റ് കിട്ടി. ഇവൻ മാറുന്നതിന് മുന്നേ റെക്കോർഡ് ചെയ്യാം. ഇവനിട്ട് നല്ലൊരു പണി കൊടുക്കാം. എന്താന്നും മിണ്ടാത്തെ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ. വീട്ടില് എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ അപ്പൊ നിങ്ങളെയല്ലേ, ഞാൻ തൊഴുതിട്ട് വരാം. ശരി ശരി. ആ തിരുമേനി, ഞാൻ പറഞ്ഞില്ലേ കിരൺ, മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ നിൽക്കുമ്പോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ദേവി മനസ്സിലെ സംശയങ്ങളെല്ലാം തീർത്ത് ശരിയായ വഴി കാണിച്ചു തരുമെന്ന്. ഇനിയും നമ്മളെ സംശയിച്ചു നിൽക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. മഹാദേവൻ അങ്കിൾ തന്നെയാ ഇന്ദ്രപ്രസ്ഥത്തിൽ കയറി പൃഥ്വിയുടെ വിവരങ്ങൾ അറിയാനുള്ള വഴി. കിരൺ എന്താ ഒന്നും പറയാത്തത്? ദുർഗ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്റെ മനസ്സിപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഓർമ്മ വെച്ച നാളെ മുതലേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ എന്റെ അച്ഛനൊന്ന് നേരിട്ട് കാണാൻ. അച്ഛൻ ആരാണെന്ന് അറിയാനും കണ്ടെത്താനും ഒക്കെ അമ്മയുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ശ്രമിച്ചതുവാ. അന്നതൊന്നും നടന്നില്ല. ഇപ്പൊ എല്ലാം മറന്ന് ഞാൻ ഈ ജീവിതവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുമ്പോ പെട്ടെന്നൊരു ദിവസം അച്ഛനാണെന്ന് പറഞ്ഞ ഒരാളെ കാണിച്ചു തന്നാ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് താനൊന്ന് ചിന്തിച്ചു നോക്ക്. പക്ഷേ ഞാനിത് വെറുതെ പറയുന്നതല്ലല്ലോ കിരൺ. നന്നായി അന്വേഷിച്ച് സത്യം ബോധ്യപ്പെട്ട ശേഷമല്ലേ ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. പൃഥ്വിയിൽ നിന്ന് മേനുവിനെ കുറിച്ച് വിവരങ്ങൾ എടുക്കണമെന്നുള്ള ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അതിനപ്പുറം കിരണിന്റെ ജന്മാവകാശം നേടുക എന്നതുകൂടി ഇതിന്റെ ഒപ്പം നടക്കില്ലേ? നമ്മൾ ചെന്ന് പറഞ്ഞ ഉടനെ എന്നെ മകനായി അംഗീകരിച്ച് വീട്ടിൽ കയറ്റുമെന്ന് ദുർഗയ്ക്ക് തോന്നുന്നുണ്ടോ? സത്യം അതായ സ്ഥിതിക്ക് ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല കിരൺ. കിരൺ മഹി അങ്കിളിന്റെ മകനാ. അത് അവരെ അംഗീകരിച്ചേ പറ്റൂ. വാ പോവാം. എന്തുവാടാ? എന്തു പറ്റിയടാ? എന്തോ ഇത്? പെട്രോൾ കഴിഞ്ഞെന്നാ തോന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതേ എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. പെട്രോൾ അടിച്ചിടണമെന്ന് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞാലോടോ. എടാ സോറിടാ, ഇങ്ങനെയാവുന്ന ഞാൻ വിചാരിച്ചില്ല. നല്ലൊരു വ്ളോഗ് പ്ലാൻ ചെയ്തായിരുന്നു. ഇനിയിപ്പോ സമയത്തെത്തില്ലെങ്കിൽ എല്ലാം കൊള്ളാവൂലേ? നീ ടെൻഷൻ ആവാതെ നമുക്ക് ബസ്സിൽ കയറി പോയി പെട്രോൾ വാങ്ങിട്ട് വരാം. ഇനിയിപ്പോ അതല്ലേ ഉള്ളൂ വഴി. ആ ശരി, എന്നാ വാ. വാടാ. ചേട്ടാ, ബസ് സ്റ്റോപ്പ് എവിടെയാ? ദേ അവിടെ. ആ അതാ അവിടെ. വാ.
ബസ് നല്ല തിരക്കാണെന്ന് തോന്നുന്നു. പള്ളിമുക്ക് ഇറങ്ങാനുണ്ടെങ്കിൽ വരണേ. പള്ളിമുക്ക് സോറി, അറിയാതെ പറ്റിയ. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ പെട്രോളിന് കുപ്പി എവിടെ നിന്ന് ഒപ്പിക്കും? അത് നമുക്ക് പമ്പിന്റെ അടുത്ത് നിന്ന് എവിടെന്നെങ്കിലും തപ്പിയെടുക്കാം. ഇനിയിപ്പോ കിട്ടിയില്ല ഒരു കുപ്പി വെള്ളം വാങ്ങി കുടിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? അയ്യോ സോറി, ബാഗ്. അത്യാവശ്യം റീച്ച് കിട്ടാനുള്ള ഒരു നല്ല കണ്ടന്റ് കിട്ടി. ഇവൻ മാറുന്നതിന് മുന്നേ റെക്കോർഡ് ചെയ്യാൻ. ഇവനിട്ട് നല്ലൊരു പണി കൊടുക്കാം. ഈ വീഡിയോ ഇന്ന് എന്നെ പോസ്റ്റ് ചെയ്യണം.